നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ധനവില വർധനവിൽ പ്രതിഷേധം കത്തി. മോട്ടോർ തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചു. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ അംഗൻവാടി ജീവനക്കാരുടെ പ്രതിഷേധം. കാഞ്ഞങ്ങാട്ട് പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. സർക്കാർ നയങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ രാപ്പകൽ സമരം തുടങ്ങി. ദേശീയപാത വികസനം ജനകീയ സർവേക്ക് തുടക്കമായി. മാർച്ച് 7-ന് 5ാം പനി ദിനാചരണം. പ്രതിരോധ കുത്തിവയ്പുമായി സഹകരിക്കണമെന്ന് IAP ഭാരവാഹികൾ. ശ്രീയം നയിക്കുന്ന പ്രത്യാശയുടെ പദയാത്ര കാഞ്ഞങ്ങാട്ടെത്തി. പദയാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ടെ സ്വീകരണം. വെള്ളൂട ഭഗവതി ക്ഷേത്രം പൊങ്കാല ഉത്സവ ലഹരിയിൽ. സമൂഹ ചണ്ഡികാഹോമം നടന്നു. വാർത്തകൾ വിശദമായി. ഇന്ധനവില വർധനവിൽ പ്രതിഷേധം. സംയുക്ത മോട്ടോർ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സമരം നടന്നു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് സംയുക്ത മോട്ടോർ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു. CITU, AITUC, INTUC എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് 10 മിനിറ്റോളം ദേശീയപാത ഉപരോധിച്ചു. CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര കമ്പോളത്തിൽ വില കുറയുന്നതിനനുസരിച്ച് എല്ലാ രാജ്യത്തും വില കുറയുമെന്നും അവിടെ കൂടുമ്പോൾ കൂടുമെന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഗവൺമെന്റ് നടത്തിയതെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ എത്രയോ വർഷക്കാലം മുമ്പ് കൃത്യമായി പറഞ്ഞ 2002-ൽ ഇന്ത്യ രാജ്യത്ത് കിട്ടിക്കൊണ്ടിരുന്ന വിലയ്ക്ക് ഡീസലും പെട്രോളും വാതകങ്ങളെല്ലാം തന്നെ ഇന്ത്യ രാജ്യത്ത് കിട്ടേണ്ട സാഹചര്യത്തിലാണ് ഗണ്യമായ രീതിയിൽ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം എണ്ണക്കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. അബൂബക്കർ തുരുത്തി അധ്യക്ഷത വഹിച്ചു. മണികണ്ഠൻ, KP പുരുഷോത്തമൻ, M രാജം തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധം. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് റോഡ് ഉപരോധിച്ചു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച രാവിലെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് റോഡ് ഉപരോധിച്ചു. പെട്രോൾ, ഡീസൽ വില വർധനവ് കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം നടന്നത്. റോഡ് ഉപരോധ സമരം CITU ജില്ലാ സെക്രട്ടറി കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും 1/3 ചുരുങ്ങി. $147 നിന്നും വില കുറഞ്ഞ് $40 എത്തിയതാണ്. ഇപ്പം ലേശം വർദ്ധിച്ച് ഒരു $60 എത്തി. പക്ഷേ വിപണിയിൽ, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നതിനനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് വില കുറക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചില്ല. നാമമാത്രമായിട്ടുള്ള ഒരു കുറവാണ് ആകെ വരുത്തിയത്. ആകെ ഒരു 9 ഉറുപ്പികയാണ് പെട്രോളിന്റെ വില കുറച്ചത്. KN ശശി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് P അപ്പുകുട്ടൻ, കരീം കുശാൽ നഗർ എന്നിവർ സംസാരിച്ചു. P രാഘവൻ സ്വാഗതം പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ അവഗണന. അംഗൻവാടി ജീവനക്കാർ കാഞ്ഞങ്ങാട്ട് പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. കേന്ദ്ര ബജറ്റിൽ അംഗൻവാടി ജീവനക്കാരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. പ്രതിഷേധക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. പ്രതിഷേധ യോഗം CITU ജില്ലാ സെക്രട്ടറി NT ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പൊതു ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. വളരെ പ്രതീക്ഷയോടുകൂടി ഈ പൊതു ബജറ്റിൽ വളരെയധികം കഷ്ടപ്പാടനുഭവിച്ച് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ സഹായിക്കുന്ന അംഗൻവാടി ജീവനക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യം ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടും എന്നുള്ള വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ തന്നെ ഇരുന്നത്. KV രാഗിണി, M പത്മിനി, ശോഭ വിജയൻ, KP വിജയകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാവൽ സമരം തുടങ്ങി. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിലാണ് സമരം നടന്നത്.
കൊള്ളക്കാരിൽ നിന്നും കേരളത്തെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടക്കുന്നത്. കാവൽ സമരം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. എനിക്കെന്ത് ലാഭം എന്ന സ്വാർത്ഥത മാത്രം മനുഷ്യനിൽ അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു ലോകമായി നമ്മുടെ ലോകത്തെ മാറ്റി തീർക്കാൻ വളരെ വേഗം ഈ നയം നടപ്പിലാക്കിയതിനു ശേഷമുള്ള കാലത്ത് സാധിച്ചു. അതുകൊണ്ടാണ് മഹാനായ EMS നമ്മുടെ രാജ്യത്ത് ഈ നയം നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ നരസിംഹറാവിനെ ഓർമ്മപ്പെടുത്തിയത് ചെകുത്താന്റെ നയമാണ്, വല്ലാത്തൊരു നയമാണ്, ഇത് നടപ്പിലാക്കരുത്, പല രീതിയിൽ ഇതിന് കുഴപ്പമുണ്ട്. സഖാവ് EMSന്റെ അന്നത്തെ വാക്കുകൾ ഓർക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ നയം ഏതൊക്കെ രാജ്യത്ത് നടപ്പിലാക്കിയോ അവിടങ്ങളിലെ ചെറുന്യൂനപക്ഷം വരുന്ന കോർപ്പറേറ്റുകളുടെ താല്പര്യം മാത്രമേ കാത്തു സൂക്ഷിച്ചിട്ടുള്ളൂ. ഭരണക്കാർക്ക് ഇനി ഉറക്കമില്ലാത്ത ദിനങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് കെ രാജ്മോഹനൻ അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ, V പ്രകാശൻ, PK നിശാന്ത് എന്നിവർ സംസാരിച്ചു. ശിവജി വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു. ജസ്റ്റിസ് K സുകുമാരൻ കമ്മീഷൻ തെളിവെടുപ്പിന്റെ ഭാഗമായുള്ള ജനകീയ സർവേ നടപടികൾക്ക് തുടക്കമായി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന കുടുംബങ്ങളിൽ നിന്നാണ് തെളിവ് ശേഖരിക്കുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കണക്കാക്കുന്നതിന് വേണ്ടിയാണ് റിട്ടയർഡ് ജസ്റ്റിസ് K സുകുമാരൻ തെളിവെടുപ്പ് നടത്തുന്നത്. ദേശീയപാത സംരക്ഷണ സമിതിയാണ് കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. NH-17 സ്റ്റേറ്റ് ആക്ഷൻ കൗൺസിലും ഹൈവേ ആക്ഷൻ ഫോറവും കമ്മീഷന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് സർവേ നടപടികൾ ആരംഭിച്ചത്. സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഒപ്പുമരച്ചോട്ടിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ M ഗോപാലൻ സർവേ ഫോം കൈമാറി നിർവഹിച്ചു. സാധാരണഗതിയിൽ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെ പഠിച്ച് അതിന് പരിഹാരം നിർദ്ദേശിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ മാത്രമാണ്. കാരണം ഏത് പ്രോജക്റ്റും നടപ്പിലാക്കുന്നത് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ്. അതിനുവേണ്ടി കുറച്ച് ആൾക്കാർ മാത്രം ബുദ്ധിമുട്ടുക എന്നൊരു സമീപനം ജനാധിപത്യ വിരുദ്ധമാണ്. പ്രേരക സംഘടനാ ജില്ലാ സെക്രട്ടറി M ഗീത ഫോം ഏറ്റുവാങ്ങി. B ഷാഫി ഹാജി അധ്യക്ഷത വഹിച്ചു. N പവിത്രൻ, വിശ്വാസ് പള്ളിക്കര തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് 7-ന് 5ാം ബനി ദിനവും പ്രതിരോധ കുത്തിവയ്പ് ദിനവും ആചരിക്കും. പ്രതിരോധ കുത്തിവയ്പ് കാർഡ് നിർബന്ധമാക്കാനും തീരുമാനം. ലോക 5ാം ബനി ദിനമായി മാർച്ച് 7 ആചരിക്കുമെന്ന് IAP ഭാരവാഹികൾ കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ പ്രവേശനത്തിനു മുമ്പ് പ്രതിരോധ കുത്തിവയ്പ് കാർഡ് നിർബന്ധമാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പ്രതിരോധ കുത്തിവയ്പ്പിന് എതിരെയുള്ള വിവിധതരം സംശയങ്ങൾ നീക്കം ചെയ്യുന്നതിനാണ് പ്രതിരോധ കുത്തിവയ്പ് ദിനമായി ആചരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് ഭാരവാഹികളായ ഡോക്ടർ TV പത്മനാഭൻ, ഡോക്ടർ V സുരേഷൻ, ഡോക്ടർ പ്രവീൺ അറോറ എന്നിവർ സംബന്ധിച്ചു. ശ്രീയം നയിക്കുന്ന പ്രത്യാശയുടെ പദയാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. ജാതിമത വർഗവർണ്ണ ഭാഷ ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യതയും അവസര സമത്വവുമുള്ള സമൂഹ നിർമ്മിതി എന്ന ലക്ഷ്യവുമായാണ് ശ്രീയമ്മിന്റെ നേതൃത്വത്തിൽ പദയാത്ര നടത്തുന്നത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട് നൽകിയ സ്വീകരണത്തിന് മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ, വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴ്ന്നോരടി, ദാമോദരൻ എഞ്ചിനീയർ തുടങ്ങിയവർ നേതൃത്വമേകി. നിത്യാനന്ദാശ്രമത്തിൽ നിന്നും പുറപ്പെട്ട് പുതിയ കോട്ട വഴിയാണ് പദയാത്ര പുറപ്പെട്ടത്. കൊച്ചി കോട്ടപ്പുറം ജലപാത നമ്പ്യാർക്കാൽ അണക്കെട്ട് വരെ നീട്ടാനുള്ള പദ്ധതിക്ക് നടപടി തുടങ്ങി. കൂടിയാലോചന യോഗവും കാഞ്ഞങ്ങാട്ട് നടന്നു. എന്നാൽ പദ്ധതിക്കായി കത്തിച്ച ഡ്രഡ്ജറും അനുബന്ധ ഉപകരണങ്ങളും നീലേശ്വരത്ത് ദേശീയപാതയോരത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. കഴിഞ്ഞ ഒരു മാസമായി ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള ഈ ഉപകരണങ്ങൾ ഇവിടെ കൂട്ടിയിട്ട നിലയിലാണ്. കോട്ടപ്പുറം മുതൽ നമ്പ്യക്കാർ വരെ നീലേശ്വരം പുഴയിലൂടെ പുതിയ ജലപാത തുറക്കാനെത്തിച്ച മണ്ണുമാന്തി യന്ത്രവും അനുബന്ധ ഉപകരണങ്ങളും
5 കിലോമീറ്റർ ദൂരത്തിൽ 14 മീറ്റർ വീതിയിലും 2.2 മീറ്റർ ആഴത്തിലുമാണ് ജലപാത ഒരുക്കേണ്ടത്. 42 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ ചെലവ്. കരയിടിച്ചിൽ രൂക്ഷമായ നീലേശ്വരം പുഴയിൽ ഡ്രഡ്ജിംഗ് നടത്തിയാൽ തങ്ങളുടെ താമസ സ്ഥലങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്കയിൽ തീരദേശവാസികളും തൊഴിലിനെ ബാധിക്കുമെന്ന പേടിയിൽ പൂഴിത്തൊഴിലാളികളും പ്രതിഷേധവുമായി എത്തി. ഇതോടെ നിർദ്ദിഷ്ട ജലപാതയിലെ മണ്ണെടുപ്പ് പ്രതിസന്ധിയിലായി. ഉപകരണങ്ങൾ മാർക്കറ്റ് ജംഗ്ഷനിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. പ്രദേശവാസികളും പൂഴിത്തൊഴിലാളികളുമായി അധികൃതർ ചർച്ച തുടരുകയാണ്. ഇത് വിജയം കണ്ടാൽ ഉടനെ ജലപാത നിർമ്മാണം തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. നമ്പ്യാർക്കാൽ അണക്കെട്ടിന് സമീപം പ്രത്യേക ലോക്ക് സിസ്റ്റം ഒരുക്കി ജലപാത കാസർഗോഡ് വരെ നീട്ടാനും ആലോചനയുണ്ട്. ഫ്ലവേഴ്സ് കോപ്പ സംഘടിപ്പിക്കുന്ന കാർണിവലിന് വെള്ളിയാഴ്ച തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫ്ലവേഴ്സ് കോപ്പ ഒരുക്കുന്ന കോപ്പ കാർണിവൽ 2015 6, 7, 8 തീയതികളിലായി മദീന ഗ്രീൻ ഗാർഡൻ ഗ്രൗണ്ടിൽ നടക്കും. 6-ാം തീയതി രാവിലെ നടക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ജില്ലാ പോലീസ് ചീഫ് ഡോക്ടർ എ ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ക്ലീൻ കോപ്പ എന്ന പേരിൽ നടക്കുന്ന പരിസര ശുചീകരണ ക്യാമ്പയിൻ ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB അബ്ദുള്ളയും വൈകുന്നേരം നടക്കുന്ന ചിത്രരചനാ മത്സരം CL ജലീലും ഉദ്ഘാടനം ചെയ്യും. 7-ാം തീയതി രാവിലെ ട്രാഫിക് ബോധവൽക്കരണ സെമിനാറും സൈഡ് ഷോയും നടക്കും. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം കോപ്പ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് തുടക്കമാകും. NA നെല്ലിക്കുന്ന് MLA ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്ക് PB അബ്ദുറസാഖ് MLAയും കാസർഗോഡ് CI M ലക്ഷ്മണനും സമ്മാനം വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ വർഷത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്രിക്കറ്റ് മത്സരം മാത്രമല്ല, അതിനോടനുബന്ധിച്ച് കലാ പരിപാടികളും കൂടാതെ ഒരു മെഡിക്കൽ ക്യാമ്പ് KMC മണിപ്പാലിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ആ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൂടാതെ ചിത്രരചന, ക്ലീൻ കോപ്പ, പരിസര ശുചീകരണം, ട്രാഫിക് ബോധവൽക്കരണ സെമിനാർ ഇത്യാദി ബഹുമുഖ പരിപാടികളാണ് 6, 7, 8 തീയതികളിൽ നടത്തുന്നത്. CL ജലീൽ, ഷൗക്കത്ത് അലി പടുവെടുക്ക, KA ഹമീദ്, AV ഖലീൽ, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വെള്ളൂട ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവത്തിന്റെ ഭാഗമായി സമൂഹ ചണ്ഡികാ ഹോമം നടന്നു. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. വെള്ളൂട ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം വ്യാഴാഴ്ച നടക്കും. പൂരനാളിൽ നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത്. പൊങ്കാല ഉത്സവത്തിന്റെ ഭാഗമായി സമൂഹ ചണ്ഡികാ ഹോമം നടന്നു. ഭഗവതിക്ക് സമർപ്പണമായി നടത്തിയ ചണ്ഡികാ ഹോമത്തിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. പൊങ്കാല ഉത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും നടന്നു. വ്യാഴാഴ്ച രാവിലെ 9:30 പൊങ്കാലയെടുപ്പിൽ ദീപം തെളിയിക്കും. തുടർന്ന് കലശാഭിഷേകം നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് പൊങ്കാല നിവേദ്യ സമർപ്പണവും നടക്കും. തലയെടുക്കം ഖനനത്തിനെതിരെ സർവകക്ഷി ജനകീയ സമിതി നടത്തിവരുന്ന ഉപരോധ സമരം ശക്തമാകുന്നു. സമിതി നേതാക്കളും നാട്ടുകാരും ഖനി ഉപരോധിച്ചു. തലയെടുക്കം ഖനന വിഷയത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ട് നടത്തിയ 3-ാം വട്ട ചർച്ചയും തീരുമാനമാകാതെ പിരിയുകയും സായാഹ്ന ധർണാ സമരം 1 മാസം പിന്നിടുകയും ചെയ്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഖനി ഉപരോധ സമരം തുടങ്ങിയത്. ആദ്യ ദിവസം ഖനിയിലേക്ക് മാർച്ച് ചെയ്ത് കയറിയെങ്കിലും കഴിഞ്ഞ 2 ദിവസമായി ഖനിയുടെ കവാടത്തിൽ യോഗം ചേർന്ന് പിരിയുകയാണ്. ഖനിയിൽ തൊഴിലാളികൾ എത്താത്തതിനാൽ സമാധാനപരമായാണ് സമരം. ചൊവ്വാഴ്ച രാവിലെ നടന്ന സമരത്തിന് കിനാനൂർ കരിന്തളം പഞ്ചായത്ത് പ്രസിഡന്റ് K ലക്ഷ്മണൻ, KK നാരായണൻ, SK ചന്ദ്രൻ, N പുഷ്പരാജൻ, UP മുഹമ്മദ് കുഞ്ഞി, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, CP ഗോപകുമാർ, M ഷഫീഖ, NK തമ്പാൻ, OM ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പ്രദേശവാസികൾ തൊഴിൽ ഉപേക്ഷിച്ചാണ് ഉപരോധ സമരത്തിന് എത്തുന്നത്. ഈ സാഹചര്യത്തിൽ ബുധനാഴ്ച മുതൽ സായാഹ്ന ധർണ തുടരാനാണ് തീരുമാനം. നമ്മുടെ സമരം ആരംഭിച്ചതിന് ശേഷം കഴിഞ്ഞ ഫെബ്രുവരി 7 ശേഷം ഖനനം ആരംഭിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുമായി നടത്തിയിട്ടുള്ള 3-ാമത്തെ ചർച്ചയിൽ പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച മുതൽ കമ്പനി പോലീസ് സഹായത്തോടുകൂടി ഖനനം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ശക്തമായ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ഖനനം ആരംഭിക്കാൻ കഴിയുന്ന ചുറ്റുപാടാണ് ഈ നാട്ടിൽ നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഖനന പരിപാടി അവസാനിപ്പിക്കുന്നതുവരെ ഈ സമരം തുടർന്ന് കൊണ്ടുപോവുകയും ഏത് ഘട്ടത്തിലും ഖനനം ആരംഭിക്കുകയാണെങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആ ഖനനം പൂർണ്ണമായും തടയുന്ന സമീപനം സമരസമിതി സ്വീകരിക്കുന്നു. ഖനന നീക്കമുണ്ടായാൽ ഖനി ഉപരോധിക്കുമെന്നും ജനകീയ സമിതി നേതാക്കൾ അറിയിച്ചു. കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശവും കളിയാട്ട മഹോത്സവവും തുടങ്ങി.
കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായി ഗീതാജ്ഞാനയജ്ഞം നടന്നു. സ്വാമി തത്വാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് ഗീതാജ്ഞാനയജ്ഞം നടന്നത്. മാർച്ച് 9 രാവിലെ കലവറ നിറയ്ക്കൽ ഘോഷയാത്രകളെത്തും. മാർച്ച് 10 പൂജാതി കർമ്മങ്ങൾ നടക്കും. മാർച്ച് 11 101 തേങ്ങ കൊണ്ട് മഹാഗണപതി ഹോമവും നടക്കും. രാവിലെ 9 മണിക്ക് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. രാത്രി 7:30 വർണ്ണശബളമായ തിരുമുൽക്കാഴ്ച സമർപ്പണവും നടക്കും. രാത്രി 10 കളിയാട്ടത്തിന് തുടക്കമാവും. 12 ചാമുണ്ടേശ്വരി വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ കെട്ടിയാടും. കാഞ്ഞങ്ങാട് തോയമ്മൽ കണ്ണോത്ത് ഭഗവതി ദേവാലയം കളിയാട്ടത്തിന് സമാപനം. അനുഗ്രഹം ചൊരിഞ്ഞ് തെയ്യങ്ങൾ അരങ്ങിലെത്തി. കാഞ്ഞങ്ങാട് തോയമ്മൽ കണ്ണോത്ത് ഭഗവതി ദേവാലയത്തിലെ കളിയാട്ടത്തിന്റെ ഭാഗമായി കരിഞ്ചാമുണ്ടിയമ്മ വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ അരങ്ങിലെത്തി. തുടർന്ന് കണ്ണോത്ത് ഭഗവതിയും അരങ്ങിലെത്തി. ഗുളികൻ തെയ്യവും കെട്ടിയാടി അന്നദാനവും നൽകി. കോട്ടക്കടവ് മുത്തപ്പൻ മടപ്പുരയിലെ നവീകരണ പുനഃപ്രതിഷ്ഠ തിരുവപ്പന വെള്ളാട്ട ഉത്സവത്തിന് സമാപനം. കോട്ടക്കടവ് മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന വെള്ളാട്ട ഉത്സവം സമാപിച്ചു. തിരുവപ്പന വെള്ളാട്ടം ദർശിക്കാൻ 100 കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. അന്നദാനവും നൽകി. കാഞ്ഞങ്ങാട് അതിഞ്ഞാലിൽ മാഹി സെയിൽസ് കോർപ്പറേഷന്റെ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ടൈൽസ് ആൻഡ് സാനിറ്ററി വെയറുകളുടെ അതിവിപുലമായ ശേഖരവുമായാണ് മാഹി സെയിൽസ് കോർപ്പറേഷൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് പത്രപ്രവർത്തക ട്രസ്റ്റ് നിലവിൽ വന്നു. കാഞ്ഞങ്ങാട് പത്രപ്രവർത്തന ട്രസ്റ്റ് ഭാരവാഹികളായി ടി.കെ. നാരായണനെ ചെയർമാനായും എൻ. ഗംഗാധരനെ കൺവീനറായും കെ. ബാബുവിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. പി. പ്രവീൺകുമാറിനെ വൈസ് ചെയർമാനായും കെ. വി. ബൈജുവിനെ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ധനവില വർധനവിൽ പ്രതിഷേധം കത്തി. മോട്ടോർ തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചു. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ അംഗൻവാടി ജീവനക്കാരുടെ പ്രതിഷേധം. കാഞ്ഞങ്ങാട്ട് പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. സർക്കാർ നയങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ രാപ്പകൽ സമരം തുടങ്ങി. ദേശീയപാത വികസനം ജനകീയ സർവേക്ക് തുടക്കമായി. മാർച്ച് 7 5ാം പനി ദിനാചരണം. പ്രതിരോധ കുത്തിവയ്പുമായി സഹകരിക്കണമെന്ന് IAP ഭാരവാഹികൾ. ശ്രീയം നയിക്കുന്ന പ്രത്യാശയുടെ പദയാത്ര കാഞ്ഞങ്ങാട്ടെത്തി. പദയാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം. വെള്ളൂട ഭഗവതി ക്ഷേത്രം പൊങ്കാല ഉത്സവ ലഹരിയിൽ. സമൂഹ ചണ്ഡികാഹോമം നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.